Hey guys, welcome back to debugmedia. This is Redux Crash Course in part 2 tutorial. So part 1 കണ്ടിട്ടില്ലെങ്കിൽ അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് ആദ്യം പോയി കണ്ടിട്ട് വേണം ഇതിലേക്ക് വരാൻ. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് Redux-ന്റെ കുറേ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ പ്രൊഡക്റ്റ് ലിസ്റ്റിലുള്ള ഈ കൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് റീഡക്സിലാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമ്മൾ ഓരോ പ്രാവശ്യം ആഡ് ടു കാർട്ട് അമർത്തുമ്പോഴും ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും ചെയ്യുമ്പോഴൊക്കെ ആ വാല്യൂ അപ്ഡേറ്റ് ആയിട്ട് കാർട്ട് ഐക്കണിനും ആ വാല്യൂ കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം റീഡക്സ് ടൂൾ കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേറൊരു ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് npmi@redux.js/toolkit എന്ന് കൊടുക്കാം. സ്പേസ് ഇട്ടിട്ട് ഇതാണ് റീഡക്സ് ടൂൾ കിറ്റിൻ്റെ പാക്കേജ്. ഇനി ഇത് കൂടാണ്ട് നമുക്ക് റീഡക്സ് എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജും യൂസ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ React-Redux കൊടുക്കാം. പിന്നെ ഈ റീഡക്സ് എന്ന് പറയുന്ന ടൂള് റിയാക്റ്റിന് വേണ്ടി മാത്രമുള്ളതല്ല, അത് മിക്ക ഫ്രെയിം വർക്കും സപ്പോർട്ട് ചെയ്യും. ആംഗുലർ Vue.js ഒക്കെ പോലത്തെ ഫ്രെയിം വർക്കിൽ റീഡക്സ് സപ്പോർട്ടഡ് ആണ്. അല്ലാണ്ട് റിയാക്റ്റിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൊരു ലൈബ്രറി അല്ല. പക്ഷേ റിയാക്റ്റിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ React-Redux എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോഴാണ് റിയാക്റ്റിന് റീഡക്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഈ ടെർമിനൽ ക്ലോസ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് റീഡക്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് SRCയിൽ വന്നിട്ട് ഇവിടെ നമുക്ക് റീഡക്സ് എന്ന് പറഞ്ഞിട്ട് ഫോൾഡർ കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, കാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. കാരണം കാർട്ടിൻ്റെ ലോജിക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ cart.js എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ നമുക്ക് കോഡ് ചെയ്യാൻ കഴിവ് തന്നെ 4 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാണ് നമ്മൾ നേരത്തെ കണ്ട പ്രൊവൈഡർ, 2 സ്റ്റോർ, പിന്നെ 3ാമത്തത് റെഡ്യൂസർ, 4ാമത്തത് ആക്ഷൻ. നേരത്തെ പ്രസൻറ്റേഷനിൽ കാണിച്ച പോലെ എല്ലാ സ്റ്റേറ്റും ഇരിക്കുന്നത് ഈ സ്റ്റോറിൻ്റെ ഉള്ളിലാണ്. ഈ സ്റ്റോറാണ് നമ്മൾ റിയാക്റ്റിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യണത്. അപ്പോൾ അത് ഇഞ്ചെക്റ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പ്രൊവൈഡർ. അപ്പോൾ ബേസിക്കലി നമ്മൾ ഈ പ്രൊവൈഡർ ഉപയോഗിച്ചിട്ട് ആ സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും റിയാക്റ്റിന്. പിന്നെ നമുക്ക് കുറേ ആക്ഷൻസ് ഉണ്ടാവില്ല, അതായത് നമ്മൾ ബട്ടൺ ക്ലിക്ക്, കാർട്ട് ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും ഒക്കെ ചെയ്യുക. അത് ചെയ്യണതിനാണ് നമ്മൾ ഈ ആക്ഷൻസ് എന്ന് പറയാം. ഈ റെഡ്യൂസറാണ് ഈ ആക്ഷനും സ്റ്റേറ്റും തമ്മിലുള്ള ലോജിക്കും കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു സ്റ്റേറ്റ് ഉണ്ടാവും, അത് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോറിൽ വെക്കും. രണ്ടാമത് നമുക്ക് ഒരു ആക്ഷൻ ക്രിയേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റെഡ്യൂസറിൻ്റെ ഉള്ളിലേക്കാണ് എത്തുക. അപ്പോൾ റെഡ്യൂസർ എന്നിട്ട് നോക്കുക എന്താണ് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യണത്, എന്നിട്ട് അതിനനുസരിച്ചിട്ട് ആ സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യും. ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റും ഇതുവരെയുള്ള കറൻ്റ്ലി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആക്ഷൻസൊക്കെ പ്രൊവൈഡർ അതെന്ത് ചെയ്യും, റിയാക്റ്റിന് അത് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കും. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്ലോ പോകുന്നത്. അപ്പോൾ ഇതിന് കുറച്ചുകൂടിയും പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ അത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ createSlice എന്നുള്ള ഒരു മെത്തേഡാണ്. അത് നമ്മൾ റീഡക്സ് ടൂൾ കിറ്റിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യും. ഇനി അത് നമ്മളൊരു വേരിയബിളിൽ അസൈൻ ചെയ്യും. അതിനുവേണ്ടി നമുക്കിവിടെ createSlice കൊടുക്കാം. ഇവിടെ നമുക്ക് createSlice എന്നുള്ള മെത്തേഡ് വിളിക്കാം. അതിൻ്റെ ഉള്ളിൽ ഒരു ഒബ്ജക്റ്റ് ഓപ്പൺ ചെയ്യും. ഇതിൽ ഫസ്റ്റ് കൊടുക്കുന്ന പാരാമീറ്ററാണ് നെയിം എന്നുള്ള പാരാമീറ്റർ. ഇതിൽ നമുക്ക് കാർട്ട് കൊടുക്കാം. അപ്പോൾ ഈ നെയിം ജസ്റ്റ് റീഡക്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യുണീക്ക് നെയിമാണ്. അപ്പോൾ എപ്പോഴും ഇതിനൊരു യുണീക്ക് നെയിം കൊടുത്താൽ മതി. പിന്നെ അടുത്ത് വരുന്നതാണ് ഇനീഷ്യൽ സ്റ്റേറ്റ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ സ്റ്റേറ്റ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാർട്ടിൻ്റെ ലിസ്റ്റില്ല, അപ്പോൾ നമുക്കിവിടെ കാർട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, ഒരു അരേ കൊടുക്കാം. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കൊടുക്കാം. ഇപ്പോൾ യൂഷ്വലി സ്റ്റാൻഡേർഡ് വേ എന്ന് വെച്ചാൽ നമ്മൾ ഇതെടുത്തിട്ട് പുറത്ത് എഴുതലാണ്. ഇവിടെ നമ്മൾ വന്നിട്ട് കോൺസ്റ്റ് ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് പുറത്തൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളിത് സെറ്റ് ചെയ്യുക സ്റ്റേറ്റ്. അതിനുശേഷം നമ്മൾ ഈ ഇനീഷ്യൽ സ്റ്റേറ്റ് എടുത്തിട്ട് ഇവിടെ കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ യൂഷ്വലി ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ എക്സ്ട്രാ പേര് കൊടുക്കണമെങ്കിൽ ഒറ്റ വേർഡിൽ തന്നെ കൊടുക്കണമെന്ന് വെച്ചാൽ ഈ ഇനീഷ്യൽ സ്റ്റേറ്റും ഈ വേരിയബിളും സെയിം നെയിം കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങനെ വിളിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തു, അത് നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്നുള്ള പ്രോപ്പർട്ടിക്ക് പാസ് ചെയ്തു. ഇനിയാണ് നമ്മൾ റെഡ്യൂസർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ റെഡ്യൂസറും ഒരു ഒബ്ജക്റ്റാണ്. റെഡ്യൂസർ മൾട്ടിപ്പിൾ മെത്തേഡ്സ് എടുക്കും. അതായത് നമുക്കിപ്പോൾ ഇൻക്രിമെൻറ്റ് വേണം, അപ്പോൾ നമ്മൾ ഇൻക്രിമെൻറ്റ് കൊടുക്കും, കോളൻ ഇടുക, ബ്രാക്കറ്റ് ഇടുക, ആരോ ഫംഗ്ഷൻ കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മളൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുക റെഡ്യൂസറിൻ്റെ ഉള്ളിൽ. എന്നിട്ട് നമ്മൾ അതേപോലെ ഡിക്രിമെൻറ്റ് കൊടുക്കും. കാരണം നമുക്ക് ഓരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിക്രിമെൻറ്റ് ആവണം, പിന്നെ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻക്രിമെൻറ്റ് ആവണം. പിന്നെയുള്ള ബട്ടൺ എന്ന് വെച്ചാൽ ആഡ് ടു കാർട്ടിൻ്റെ സാധാ ബട്ടണാണ്. അതായത് ഇനീഷ്യലി കാണുന്ന ആഡ് ടു കാർട്ടിൻ്റെ ബട്ടൺ ഉണ്ടല്ലോ, അത് നമുക്ക് ആഡ് ടു കാർട്ട് എന്നുള്ളൊരു മെത്തേഡിൽ തന്നെ കൊടുക്കുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെഡ്യൂസർ ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു മെത്തേഡ് വിളിക്കുമ്പോൾ കറൻറ്റ് സ്റ്റേറ്റും ആക്ഷനും നമ്മൾ പാസ് ചെയ്യണം, എന്തെങ്കിലും ആക്ഷൻ എടുത്തിട്ട് എന്ത് ലോജിക്കാണ് നമ്മൾ ഇതിനുള്ളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണത് അത് ഹാൻഡിൽ ചെയ്തിട്ട് സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് ബേസിക്കലി ആഡ് ടു കാർട്ട് അമർത്തുന്ന ടൈമിൽ നമുക്ക് കാർട്ടിൻ്റെ കൗണ്ട് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഇവിടെ കാർട്ട് ലിസ്റ്റിന് പകരം ഇവിടെ വേറെ ഒന്ന് കൂടി ഇടാം, കാർട്ട് കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടാം. എന്നിട്ട് ഇവിടെ നമുക്ക് 0 കൊടുക്കാം. 0 കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യണം. അതായത് ഒരു പ്രാവശ്യം ആഡ് ടു കാർട്ട് അമർത്തിയാൽ നമുക്ക് അവിടെ ജസ്റ്റ് കൗണ്ട് കാണിക്കണം, റീഡക്സ് ത്രൂ അപ്ഡേറ്റ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ യൂഷ്വലി നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെറ്റ് സ്റ്റേറ്റ് ഉണ്ടാവും അല്ലേ. നമ്മളിപ്പോൾ ഇവിടെ നേരത്തെ കണ്ട പോലെ സ്റ്റേറ്റ് എഴുതണമെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് സെറ്റ് സ്റ്റേറ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റേറ്റ് സെറ്റ് ചെയ്യുക. അല്ലാണ്ട് ഒരിക്കലും നമ്മളിപ്പോൾ ഇവിടെ കൗണ്ട് കൊടുത്തിട്ട് ഒരിക്കലും നമ്മൾ ഈ കൗണ്ട് എടുത്തിട്ട് ഡയറക്റ്റ് അപ്ഡേറ്റ് ചെയ്യില്ല. നമ്മളിവിടെ കൗണ്ട് 3 എന്ന് പറഞ്ഞാൽ കൊടുക്കില്ല. നമ്മളെപ്പോഴും സെറ്റ് കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുക.
അല്ലേ? കാരണം മെയിൻലി നമ്മൾ കൗണ്ട് ഇസ് ഈക്വൽ ടു 3 എന്ന് ഡയറക്റ്റ് കൊടുക്കാത്ത കാരണം എന്ന് വെച്ചാൽ സൈഡ് എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് റിയാക്റ്റിന് മനസ്സിലാവില്ല ഈ സ്റ്റേറ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ റിയാക്റ്റിന് സ്റ്റേറ്റ് അപ്ഡേറ്റ് ആയിട്ട് മനസ്സിലായിട്ടില്ലെങ്കിലോ എന്ത് പറ്റും? കമ്പോണൻറ്റ് റീ റെൻഡർ ആവില്ല. അപ്പോൾ അങ്ങനെയാണ് ഒരു സൈഡ് എഫക്റ്റ് ക്രിയേറ്റ് ആവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ സ്റ്റേറ്റ് റിയാക്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ റീഡക്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റീഡക്സിൽ സ്റ്റേറ്റ് മ്യൂട്ടബിൾ ആണ്. നമുക്ക് ഡയറക്റ്റ് മ്യൂട്ടേറ്റ് ചെയ്യാൻ പറ്റും സ്റ്റേറ്റ്സ്. കാരണം എന്ന് വെച്ചാൽ റീഡക്സ് ഇമ്മർ എന്ന് പറഞ്ഞൊരു ലൈബ്രറിയാണ് ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ബേസിക്കലി ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കിയിട്ട് അതിലാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. എന്നിട്ടാണ് നമുക്ക് അതിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് റീഡക്സിൽ സ്റ്റേറ്റ് ഡയറക്റ്റ് മ്യൂട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് നമുക്ക് ആക്ച്വലി നോർമൽ റീഡക്സിൽ പറ്റില്ല, കാരണം അതിൽ അവർ ഇമ്മർ യൂസ് ചെയ്യുന്നില്ല. ഇത് റീഡക്സ് ടൂൾ കിറ്റിൽ മാത്രമാണ് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഈ ബ്രാക്കറ്റിനുള്ളിൽ 2 പാരാമീറ്റർ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. ഒന്ന് സ്റ്റേറ്റ് ആണ്, ഒന്ന് നമ്മളുടെ ആക്ഷനുമാണ്. അപ്പോൾ ആക്ഷനിലേക്ക് നമ്മളിപ്പോൾ കിടക്കുന്നില്ല, അത് ഞാൻ പിന്നീട് വരുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് സ്റ്റേറ്റ് മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഈ സ്റ്റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ മേലെ കാണുന്ന സ്റ്റേറ്റ്സിനെ അപ്ഡേറ്റ് ചെയ്യുന്നത്, കാർട്ട് ലിസ്റ്റും കാർട്ട് കൗണ്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റേറ്റ് ഇവിടെയാണ് റെഡ്യൂസറിൻ്റെ മാജിക് ചെയ്യുന്നത്, അതായത് ആക്ഷനും സ്റ്റേറ്റും തമ്മിൽ ലിങ്കിങ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ സ്റ്റേറ്റ് ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമുക്ക് 2 സ്റ്റേറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് കാർട്ട് കൗണ്ട് കൊടുക്കാം. അപ്പോൾ ഇസ് ഈക്വൽ ടു 1 കൊടുക്കുക. അപ്പോൾ ഇനീഷ്യൽ നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ 1 കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഓരോ പ്രാവശ്യം ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും ചെയ്യുമ്പോൾ നമുക്കത് +1 കൊടുക്കണം. ഈ കേസിൽ അത് -1 കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് റിയാക്റ്റിന് ഈ മെത്തേഡൊക്കെ യൂസ് ചെയ്യണ്ടേ? അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇത് എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ വന്നിട്ട് എക്സ്പോർട്ട് കോൺസ്റ്റ് നമ്മൾ ഡീസ്ട്രക്ചർ ചെയ്തിട്ട് ആ മെത്തേഡ് എടുക്കും. അപ്പോൾ ഇത് നമ്മൾ ഡീസ്ട്രക്ചർ ചെയ്യുന്നത് createSlice .action എന്നാണ്. കാരണം ഓരോ മെത്തേഡും ഓരോ ആക്ഷനാണ് പെർഫോം ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻക്രിമെൻറ്റ് ഡീസ്ട്രക്ചർ ചെയ്യും, ഡിക്രിമെൻറ്റ് ചെയ്യും, ആഡ് ടു കാർട്ട് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ റെഡ്യൂസർ എക്സ്പോർട്ട് ചെയ്യണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റെഡ്യൂസർ എന്ത് ചെയ്യും? നമ്മൾ കൊടുത്ത സ്റ്റേറ്റും നമ്മൾ കൊടുക്കുന്ന ആക്ഷനും തമ്മിലുള്ള ലോജിക്ക്, അതായത് ഈ ലോജിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തതിനു ശേഷം പുതിയ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ പുതിയ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ സ്റ്റോറിക്കാണല്ലോ പാസ് ചെയ്യേണ്ടത്, എന്നാലല്ല റിയാക്റ്റിന് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ നമുക്ക് എക്സ്പോർട്ട് ഡിഫോൾട്ട് createSlice .reducer നമുക്കിവിടെ എക്സ്പോർട്ട് ചെയ്യാം. ഇനി അപ്പോൾ ഇത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ഒരു സ്റ്റോറിൻ്റെ ഉള്ളിലേക്കാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് റീഡക്സിനുള്ളിൽ വന്നിട്ട് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ആ സ്റ്റോർ ഇമ്പോർട്ട് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി ഇമ്പോർട്ട് ബ്രാക്കറ്റ് തുറക്കുക, കോൺഫിഗർ സ്റ്റോർ എന്നാണ് ഇതിനെ പറയുക. അത് റീഡക്സ് ടൂൾ കിറ്റിനുള്ളിലാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഡോട്ട് ഇമ്പോർട്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്താൽ മതി റീഡക്സ് ടൂൾ കിറ്റ് എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോർ ക്രിയേറ്റ് ചെയ്യും ഒരു വേരിയബിളിൽ. സ്റ്റോർ ഇസ് ഈക്വൽ ടു കോൺഫിഗർ സ്റ്റോർ കൊടുക്കുക, ബ്രാക്കറ്റ് തുറക്കുക, ഒരു ഒബ്ജക്റ്റ് പാസ് ചെയ്യും. ഈ ഒബ്ജക്റ്റിനുള്ളിൽ പാസ് ചെയ്യണത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു റെഡ്യൂസറാണ്. അപ്പോൾ അതും ഒരു ഒബ്ജക്റ്റാണ്, കാരണം മൾട്ടിപ്പിൾ റെഡ്യൂസർ എടുക്കാൻ പറ്റും. സ്റ്റോർ എപ്പോഴും ഒന്നേ ഉണ്ടാവുള്ളൂ. റീഡക്സിന് മൾട്ടിപ്പിൾ സ്റ്റോർ കൊടുക്കാൻ പറ്റില്ല. നമുക്ക് 100 കണക്കിന് റെഡ്യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ഒരിക്കലും നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റോർസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്റ്റോർ റീഡക്സിൽ എപ്പോഴും ഒറ്റൊരു സ്റ്റോറേ നമുക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്തത് കാർട്ട്സ്ലൈസ് ആണ്. അതാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ createSlice ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് ആക്ച്വലി കാർട്ട്സ്ലൈസ് ആണ് ആവേണ്ടത്. ആ വേരിയബിളിൻ്റെ ഉള്ളിലാണ് നമ്മൾ റെഡ്യൂസർ ഫെച്ച് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ റെഡ്യൂസർ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി ജസ്റ്റ് സ്റ്റോറി വന്നിട്ട് ഇത് ആദ്യം ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി ഇമ്പോർട്ട് കാർട്ട് റെഡ്യൂസർ ഫ്രം കാർട്ട് ഫയൽ. എന്നിട്ട് നമുക്ക് ഈ കാർട്ട് റെഡ്യൂസർ നമുക്ക് ഈ ബ്രാക്കറ്റിനുള്ളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. സെയിം നെയിമാണ്, നമുക്ക് സെയിം നെയിമിൽ മതി എന്ന് വെച്ചാൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്ക് കാർട്ട് റെഡ്യൂസർ എന്ന് പേര് വേണ്ട, നമുക്ക് റിയാക്റ്റ് വിളിക്കുമ്പോൾ കാർട്ട് എന്ന് പറഞ്ഞ പേരിൽ വിളിച്ചാൽ മതി എന്ന് വെച്ചാൽ ഇങ്ങനെയും കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ. ഞാൻ യൂഷ്വലി ഇങ്ങനെയാണ് പ്രിഫർ ചെയ്യാറ്, കാരണം കാർട്ട് റെഡ്യൂസർ എന്ന് പറഞ്ഞ് വിളിക്കണത് റിയാക്റ്റ്ലി ഒരു സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് അല്ല. അപ്പോൾ അതുകൊണ്ടാണ് കസ്റ്റം നെയിമിൽ നമ്മൾ വിളിക്കുന്നത്. ഇനി നമുക്ക് ഈ സ്റ്റോർ എക്സ്പോർട്ട് ചെയ്യണം, എന്നാലാണ് റിയാക്റ്റിൽ പ്രൊവൈഡറിന് ഇഞ്ചെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് എക്സ്പോർട്ട് ചെയ്യാം. ഇത് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഒന്നുകൂടി നോക്കണം. നമ്മൾ cart.jsൽ നമ്മളൊരു സ്ലൈസ് ക്രിയേറ്റ് ചെയ്തു, അതിൽ നമ്മൾ യുണീക്ക് നെയിം കൊടുത്തു, സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ശേഷം നമ്മൾ റെഡ്യൂസേഴ്സിൻ്റെ ഉള്ളിൽ കുറച്ച് മെത്തേഡ്സ് അല്ലെങ്കിൽ ആക്ഷൻസ് ക്രിയേറ്റ് ചെയ്തു. അതിന് ശേഷം നമ്മൾ എല്ലാ മെത്തേഡ്സും നമ്മൾ ആക്ഷൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഡീസ്ട്രക്ചർ ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്തു. പിന്നെ നമ്മൾ റെഡ്യൂസറും എക്സ്പോർട്ട് ചെയ്തു. ആ റെഡ്യൂസറാണ് നമ്മളിപ്പോൾ സ്റ്റോറിൻ്റെ ഉള്ളിൽ ഇഞ്ചെക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ലാസ്റ്റ് റിയാക്റ്റിലേക്ക് ഇത് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ സ്റ്റോർ എടുത്തിട്ട് പ്രൊവൈഡറിൽ ഇഞ്ചെക്ട് ചെയ്യലാണ്. അത് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യാൻ index.jsൽ വന്നിട്ട് ഇവിടെയാണ് റൂട്ടിലാണ് നമ്മളെപ്പോഴും ഇഞ്ചെക്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഇമ്പോർട്ട് കേർലി ബ്രാക്കറ്റ്സ് ഓർക്കും പ്രൊവൈഡർ ഫ്രോം റിയാക്ട് റീഡക്സ്. ഇത് മാത്രമാണ് നമ്മളിപ്പോൾ റിയാക്ട് റീഡക്സിന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, റിയാക്റ്റിന് റീഡക്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാക്കേജാണ് റിയാക്ട് റീഡക്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രൊവൈഡർ എടുത്തിട്ട് ഈ ആപ്പിൻ്റെ മേലെ റാപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മൾ പ്രൊവൈഡർ ആപ്പിൻ്റെ മേലെ റാപ്പ് ചെയ്ത് ഇനി നമുക്ക് ആ സ്റ്റോർ പാസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഇവിടെ വന്നിട്ട് സ്റ്റോർ നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ പോണത് റീഡക്സിൻ്റെ ഉള്ളിൽ നിന്നാണ്. ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോർ എന്ന് പറഞ്ഞ
ഫയലിൻ്റെ ഉള്ളിൽ നിന്ന്. ഇനി നമുക്ക് ഈ സ്റ്റോർ എടുത്തിട്ട് ഈ പ്രൊവൈഡറിനുള്ളിൽ സ്റ്റോർ എന്ന് പറഞ്ഞ പേരിൽ ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് ആപ്പിൻ്റെ ഉള്ളിൽ, ഇനിയിപ്പോൾ അത് ആപ്പിൻ്റെ ഉള്ളിൽ കിട്ടേണ്ടെന്ന് അറിയേണ്ടത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഈ ഫയൽസ് എല്ലാതും ആദ്യം ഒന്ന് റിമൂവ് ചെയ്യാം. എന്നിട്ടിപ്പോൾ നമ്മളിപ്പോൾ cart.jsൽ പോയാൽ നമുക്കിവിടെ കാർട്ട് കൗണ്ട് 0 ഉണ്ട്. ഈ കാർട്ട് കൗണ്ട് 0 അവിടെ വരണുണ്ടെന്ന് അറിയണ്ടേ. അതിന് വേണ്ടി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം നമ്മളെ പ്രൊഡക്റ്റ് ലിസ്റ്റിൽ പോവാം. അപ്പോൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ഓപ്പൺ ചെയ്യുക, ഇതിനുള്ളിൽ നമുക്കത് ഫെച്ച് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ റീഡക്സിൻ്റെ ഉള്ളിലുള്ള ഒരു സാധനം റിയാക്റ്റിൻ്റെ ഉള്ളിലേക്ക് ഫെച്ച് ചെയ്യുന്നത്? അപ്പോൾ ഇവിടെയാണ് ഞാൻ നേരത്തെ പ്രസൻറ്റേഷനിൽ കാണിച്ചു തന്ന useSelector വരുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്കിവിടെ ഇമ്പോർട്ട്, ഇത് കുറച്ച് മാലക്കട, എന്നിട്ട് useSelector ഫ്രം റിയാക്ട് റീഡക്സ്. ഈ എക്സ്ട്രാ ഇമ്പോർട്ട് ആവശ്യമില്ല, ഇത് ഓട്ടോ കംപ്ലീറ്റ്ലി വന്നിട്ടുള്ളതാണ്. മെയിൻലി നമ്മളിത് ഇമ്പോർട്ട് ചെയ്യുന്നത് റിയാക്ട് റീഡക്സിൽ നിന്നാണ്. ഈ useSelector ആണ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി. ഇതൊരു ഹുക്കാണ്, റിയാക്ട് റീഡക്സ് തരുന്ന ഒരു ഹുക്കാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, കോൺസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കാർട്ട് കൊടുക്കാം, കാരണം നമ്മൾ കാർട്ടാണ് നമ്മളെ മെയിൻ സ്റ്റേറ്റ്, ഇസ് ഈക്വൽ ടു useSelector കൊടുക്കും. എന്നിട്ട് ഈ useSelector ഒരു ഫംഗ്ഷൻ എടുക്കും. ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ ഫെച്ച് ചെയ്യും. ആ സ്റ്റേറ്റിനുള്ളിലാണ് നമ്മൾ ഈ മൊത്തം സ്റ്റേറ്റിൻ്റെ ആക്സസ് കിട്ടുക. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ state.cart കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോറിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനത്തിൻ്റെയും ആക്സസ് നമുക്ക് കിട്ടും. അപ്പോൾ .cart കൊടുത്ത കാർട്ട് കിട്ടും. ഇനിയിപ്പോൾ വേറൊരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതും നമുക്ക് ഫെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ രണ്ടാമതൊരു useSelector ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളൂ. ഇവിടെ നമുക്ക് ആ വേണ്ട പേര്, ഫോർ എക്സാമ്പിൾ വിഷ് ലിസ്റ്റ് ആണെങ്കിൽ വിഷ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ കൊടുക്കും. അപ്പോൾ നമുക്കിത് ഇനി അൺഡു ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ള വാല്യൂ നോക്കുക. ഫോർ എക്സാമ്പിൾ ഈ കാർട്ട് എടുത്തിട്ട് നമുക്കിവിടെ ലോഗ് ചെയ്ത് നോക്കാം. ഇവിടെ കാർട്ട് കൊടുക്കും. ഇനിയിപ്പോൾ ബാക്കിൽ പോവുകയാണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് ഇസ് നോട്ട് ഡിഫൈൻഡ് cart.js. അപ്പോൾ cart.jsൽ സ്റ്റേറ്റ് ഡിഫൈൻഡ് അല്ല എന്നാണ് പറയുന്നത്. അതെന്താ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ സ്റ്റേറ്റ് പാരാമീറ്ററിൽ നിന്ന് ഫെച്ച് ചെയ്യണില്ല. അപ്പോൾ അതിന് വേണ്ടി നമുക്കിവിടെ പാരാമീറ്ററിൽ പാസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബാക്കി പോയിട്ട് കൺസോൾ എടുത്ത് നോക്കിയാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് കാർട്ട് കൗണ്ടും കാർട്ട് ലിസ്റ്റും. അപ്പോൾ ബേസിക്കലി എന്തുണ്ടായെന്ന് വെച്ചാൽ നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റിൽ പോയപ്പോൾ useSelector വെച്ചിട്ട് നമ്മൾ ആ സ്റ്റോർ ആക്സസ് ചെയ്ത്, അപ്പോൾ നമ്മളെ സ്റ്റോറിൻ്റെ പേരാണ് കാർട്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മളിവിടെ കാർട്ടാണ് കൊടുത്തത്. ആ കാർട്ടിനുള്ളിൽ വരുന്നതാണ് നമ്മൾ ഈ എഴുതിയ ലോജിക്ക്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് രണ്ടും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് കാർട്ട് ലിസ്റ്റും കാർട്ട് കൗണ്ടും ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് കാർട്ട് ഇങ്ങനെ എഴുതണമെന്നില്ല, കാരണം ഇങ്ങനെ എഴുതി നമ്മൾ ഡോട്ട് ഇട്ട് വിളിക്കേണ്ടി വരും. നമുക്ക് ഡയറക്റ്റ് ഇവിടെ ഡീസ്ട്രക്ചർ ചെയ്യാൻ പറ്റും. കാർട്ട് കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡീസ്ട്രക്ചർ ചെയ്യാം. പിന്നെ അതേപോലെ കാർട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഡീസ്ട്രക്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമുക്ക് കാർട്ട് കൗണ്ട് മാത്രം ഡീസ്ട്രക്ചർ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ പാസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ സേവ് ചെയ്തിട്ട് ബാക്കി കൗണ്ടിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്, ഇവിടെ കാർട്ട് കൗണ്ട് കൊടുക്കുക. ഇപ്പോൾ ബാക്കി പോയി കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ 0 കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മളിവിടെ ആഡ് അമർത്തിയാൽ അത് അപ്ഡേറ്റ് ആവണം, പക്ഷേ നമ്മളിവിടെ മെത്തേഡ് വിളിക്കണില്ല. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ cart.jsൽ പോയി നമ്മൾ ഈ മെത്തേഡ്സൊക്കെ എക്സ്പോർട്ട് ചെയ്യണുണ്ട്, പക്ഷെ നമ്മളത് കോൾ ചെയ്യണില്ല, എന്നാലാണ് അപ്ഡേറ്റ് ആവുള്ളൂ. അപ്പോൾ അത് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിവിടെ നമ്മൾ നേരത്തെ പ്രസൻറ്റേഷനിൽ കണ്ട് useDispatch വിളിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഇവിടെ കോമ ഇട്ടിട്ട് മേലെ useDispatch എന്ന് ഇമ്പോർട്ട് ചെയ്താൽ മതി. അത് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കോൺസ്റ്റ് ഡിസ്പാച്ച് എന്ന് പറഞ്ഞ വേരിയബിളിൽ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. പക്ഷേ ജനറൽ പ്രാക്ടീസ് ഡിസ്പാച്ച് എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുക്കലാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ useDispatch ഡിഫൈൻ ചെയ്യും. ഇത് നമുക്ക് ഈ സ്റ്റേറ്റിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ ലോജിക്ക് നമ്മൾ റീഡക്സിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഈ സ്റ്റേറ്റിൻ്റെ ആവശ്യം, അതേപോലെ ഇനി കൺസോളിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ കാരണം ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. പിന്നെ ഈ ആഡ് ടു കാർട്ടിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി ആഡ് ടു കാർട്ട് റീഡക്സിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കേസിൽ ഈ ഡിസ്പാച്ച് പോകേണ്ടത് ഈ ബിഫോർ കാർട്ടും ആഫ്റ്റർ കാർട്ടിൻ്റെ ഉള്ളിലാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ഇടണമെങ്കിൽ, നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് ലിസ്റ്റിനുള്ളിൽ എഴുതണമെങ്കിൽ നമ്മൾ ഈ ഡിസ്പാച്ച് പ്രോപ്സ് ആയിട്ട് പാസ് ചെയ്യണം. പക്ഷേ നമുക്കിപ്പോൾ പ്രോപ്സ് ആയിട്ട് പാസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കാരണം നമ്മളിപ്പോൾ റീഡക്സ് അല്ലേ യൂസ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിസ്പാച്ച് എടുത്തിട്ട് ബിഫോർ കാർട്ടിൻ്റെ ഉള്ളിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിനുവേണ്ടി നമുക്കിത് ഇവിടെ ഇതിനുള്ളിൽ വന്നിട്ട് ഡിസ്പാച്ച് ചെയ്താൽ എന്നിട്ട് നമുക്കിത് ഇമ്പോർട്ടും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ വന്നിട്ട് ഇമ്പോർട്ട് useDispatch ഫ്രം റിയാക്ട് റീഡക്സ്. ഇനി നമുക്ക് ഈ ഡിസ്പാച്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഡിസ്പാച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കുന്ന ആക്ഷൻസ് അല്ലെങ്കിൽ മെത്തേഡ് നമുക്ക് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റും റീഡക്സിലുള്ള. പക്ഷേ ആക്ഷൻസ് കിട്ടണ്ടേ, അതായത് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ള ഈ ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ്, ആഡ് ടു കാർട്ട് എന്നുള്ള ആക്ഷൻസ് വേണം. അപ്പോൾ അത് ആദ്യം നമ്മൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം, എന്നാലാണ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇമ്പോർട്ട് ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞിട്ട് റീഡക്സ് കാർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളത് ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ഈ ആഡ് ടു കാർട്ട് എടുത്തിട്ട് ഈ ഡിസ്പാച്ചിനുള്ളിൽ പാസ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റീഡക്സിലുള്ള ഒരു മെത്തേഡിനെ വിളിക്കുക. നമ്മൾ സാധാരണ നമ്മൾ റിയാക്റ്റിൻ്റെ ഉള്ളിലുള്ള കമ്പോണൻറ്റിനെ വിളിക്കുക ജസ്റ്റ് ആഡ് ടു കാർട്ട് കൊടുത്തിട്ടാണ്. പക്ഷേ റീഡക്സിൻ്റെ ഉള്ളിലുള്ള സാധനത്തിന് നമ്മൾ ഡിസ്പാച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്പാച്ച് ഉപയോഗിച്ചിട്ട് അതിൽ നമ്മൾ ഫംഗ്ഷനായിട്ട് പാസ് ചെയ്തത്. പക്ഷേ ഇത് നമ്മളൊരു ഫംഗ്ഷൻ്റെ റിട്ടേണിൽ കൊടുക്കാൻ മറക്കരുത്, കാരണം അല്ലെങ്കിൽ പിന്നെ അത് ഇൻഫിനിറ്റ് ആയിട്ട് കോൾ ആവും. എന്നിട്ട് നമുക്ക് ഈ പ്രോപ്സ് ആയിട്ട് പാസ് ചെയ്യാണ് ആഡ് ടു കാർട്ടിൻ്റെ ആവശ്യമില്ല, അപ്പോൾ അത് നമുക്ക് റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് വെബ് പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കൗണ്ട് ഇസ് നോട്ട്
കൗണ്ട് ഇസ് നോട്ട് ഡിഫൈൻഡ്, ആഡ് ടു കാർട്ട് ഇസ് നോട്ട് ഡിഫൈൻഡ്. അത് നമ്മൾ ബേസിക്കലി റിമൂവ് ചെയ്തത് ഇവിടെ നമ്മൾ പ്രോപ്സ് ആയിട്ട് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ എറർ വരുന്നത്. അപ്പോൾ നമുക്കിനി ഇത് റിമൂവ് ചെയ്യാം. പിന്നെ ഈ കൗണ്ട് എന്നുള്ളത് നമുക്ക് കാർട്ട് കൗണ്ട് എന്ന് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ബാക്കി പോയിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാതും പഴയ പോലെ വർക്കായി. ഇനിയിപ്പോൾ ആ ഡിസ്പാച്ച് നമ്മൾ കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആഡ് ടു കാർട്ട് അമർത്തിയാൽ ഈ ബട്ടൺ മാറിയിട്ട് ആഫ്റ്റർ കാർട്ടിൻ്റെ ബട്ടൺ എനേബിൾ ആവണം. കാരണം ഈ ബിഫോർ കാർട്ട് എന്നുള്ള ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മളെ കൗണ്ട് 1 ആവും. അപ്പോൾ പിന്നെ ഈ ഒരു വാല്യൂ ആണ്, ഈ ഒരു കമ്പോണൻ്റാണ് റെൻഡർ ആവും. നമ്മൾ ബാക്കി പോയിട്ട് ഇനി ഈ ബട്ടൺ അമർത്തിയാൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആഫ്റ്റർ കാർട്ട് ഉള്ളത് എനേബിൾ ആയി, ആഫ്റ്റർ കാർട്ട് ഉള്ളത് ഡിസ്പ്ലേ. ഇനി നമുക്ക് ഇതേപോലെ പ്ലസും മൈനസും കൊടുക്കണം. ഇപ്പോൾ കാരണം ഇപ്പോൾ നമ്മൾ പ്ലസ് അമർത്തിയാലൊന്നും വർക്ക് ആവില്ല. അപ്പോൾ നമുക്ക് പ്ലസും മൈനസും കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ആഫ്റ്റർ കാർട്ടിൽ വരാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിസ്പാച്ചിൻ്റെ കോഡ് നമുക്ക് ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. അതേപോലെ ആ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബട്ടൺ ക്ലിക്കിൻ്റെ ഉള്ളിൽ നമുക്ക് ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും ഡിസ്പാച്ച് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഡിസ്പാച്ച് വിളിക്കും. അതിനുള്ളിൽ നമ്മൾ ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും ഇമ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഓട്ടോ കംപ്ലീറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇൻക്രിമെൻറ്റ് ഓട്ടോ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഡിക്രിമെൻ്റാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഡിക്രിമെൻറ്റ് കൊടുക്കാം, ഓട്ടോ ഇമ്പോർട്ട് ചെയ്യാം. അതേപോലെ ഇവിടെ ഇൻക്രിമെൻറ്റ് പേസ്റ്റ് ചെയ്യാം. നമുക്ക് ഈ ആഡ് ടു കാർട്ട് എന്നുള്ള മെത്തേഡ് റിമൂവ് ചെയ്യാം, കാരണം നമുക്ക് ആഫ്റ്റർ കാർട്ടിൽ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ബാക്കി പോയി കഴിഞ്ഞിട്ട് യൂസ് ഡിസ്പാച്ച് ഇസ് നോട്ട് ഡിഫൈൻഡ്. ഇപ്പോൾ യൂസ് ഡിസ്പാച്ച് എന്നുള്ളത് നമുക്ക് ബിഫോർ കാർട്ടിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഇടാം. ഓക്കെ, ഞാൻ എപ്പോഴും CSS താഴെ ഇടാറ്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് CSS ഫോർമാറ്റ് അടിക്ക് കൊണ്ടുവരുന്നത്. കാരണം എപ്പോഴും CSS എന്നുള്ള ഇമ്പോർട്ട് ഫയലായി CSSന് ഇമ്പോർട്ട് ഫ്രം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് ഞാൻ എപ്പോഴും ലാസ്റ്റിലാണ് ഇടാറ്. പിന്നെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചത്, നമ്മളിവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ടില്ല. അപ്പോൾ എപ്പോഴും ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. അത് എന്നാലാണ് ആ മെത്തേഡ് ഓൺ ക്ലിക്കിൽ വർക്കാവുള്ളൂ, അല്ലെങ്കിൽ വർക്കാവില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ 1 വാല്യൂ ഇപ്പോൾ ഹാർഡ് കോഡ് ചെയ്തേക്കാണ്. ഇനിയിപ്പോൾ അത് നമുക്ക് പ്ലസ് മൈനസ് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റിൽ കാർട്ട് കൗണ്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് useSelector എന്ത് ചെയ്യാം, ഇവിടെയും ഇമ്പോർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ കാർട്ട് കൗണ്ട് എന്നുള്ളത് ഇവിടെ കൊടുക്കാം. അതിനുശേഷം ഈ useSelectorഉം നമുക്ക് റിയാക്ട് റീഡക്സിനുള്ളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുക. സേവ് ചെയ്തതിനു ശേഷം ബാക്കി പോയിട്ട് ആഡ് ടു കാർട്ട് അമർത്തിയിട്ട് പ്ലസ് അമർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻക്രിമെൻ്റ് ആവണം കാണാൻ പറ്റും. മൈനസ് അമർത്തിയാൽ ഡിക്രിമെൻ്റ് ആവണതും കാണാൻ പറ്റും. ഇതിപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചത്. അതുകൊണ്ട് കാരണം നമ്മളിപ്പോൾ ഒറ്റൊരു വേരിയബിളാണ് ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ കാർട്ട് കൗണ്ട് എന്നുള്ള വേരിയബിളാണ് അപ്ഡേറ്റ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഹോവർ ചെയ്താലും നമുക്ക് ആ സെയിം വാല്യൂ തന്നെ കിട്ടും എല്ലായിടത്തും. കാരണം നമ്മൾ സെയിം വേരിയബിളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് ഞാൻ കാർട്ട് ലിസ്റ്റ് കൊടുത്തത്. കാരണം നമ്മൾ ആഡ് ടു കാർട്ട് അമർത്തുമ്പോൾ ഓരോ പ്രോഡക്റ്റിൻ്റെ ഐഡിയും ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഇതിനുള്ളിലാവും സ്റ്റോർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ബേസിലാണ് നമ്മൾ ഇവിടെ കൗണ്ട് കാണിക്കുക. അപ്പോൾ ഓരോന്നിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കൗണ്ടുകൾ ഉണ്ടാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൺസോൾ ലോഗിൻ ഇനി ആവശ്യമില്ലാന്ന്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റീഡക്സിൻ്റെ ഡെവ് ടൂൾസ് ഉണ്ട്. അതൊരു ക്രോം എക്സ്റ്റൻഷൻ ആണ്. നിങ്ങൾക്ക് ക്രോമിൻ്റെ എക്സ്റ്റൻഷൻ്റെ സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഇൻസ്പെക്ട് എലിമെൻറ്റ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ മോർ ഓപ്ഷൻസിൽ റീഡക്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീഡക്സിൻ്റെ തന്നെ ഒരു കൺസോൾ ഓപ്പൺ ആവും. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് കാർട്ട് കാണുന്നത്. ഇതാണ് നമ്മൾ സ്റ്റോറിൽ നേരത്തെ കണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിതാ റീഡക്സിൻ്റെ ഫോൾഡറിൽ സ്റ്റോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാർട്ട് ഇവിടെ കണ്ടില്ലേ, ആ കാർട്ടാണ് ഇവിടെ കാണിക്കുന്ന കാർട്ട്. പിന്നെ അതിനുള്ളിലുള്ള സ്റ്റേറ്റുകളാണ് ഈ കാർട്ട് ലിസ്റ്റും കാർട്ട് കൗണ്ട്. പിന്നെ അതേപോലെ തന്നെ ആക്ഷൻ ഉണ്ട്. ഈ ആക്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ട്രിഗർ ചെയ്യുന്ന ഓരോ ആക്ഷൻസും, അതായത് ഓരോ മെത്തേഡ്സും നമുക്കിവിടെ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ കാർട്ട്.js പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടല്ലോ, ആഡ് ടു കാർട്ട്, ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ്. അപ്പോൾ ഇതൊക്കെ ടെക്നിക്കലി ഒരു ആക്ഷനാണ്. അപ്പോൾ അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ഡീബഗ് ചെയ്യാൻ, എറർ കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര സിമ്പിളാണ് ഈ ടൂൾ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ ഡീബഗറും പിന്നെ അത് മാത്രമല്ല കൺസോൾ ലോഗൊന്നും പല സ്ഥലത്തായിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇനി ഇവിടെ തന്നെ ആഡ് ടു കാർട്ട് അമർത്തി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കാർട്ട് കൗണ്ട് ഇൻക്രിമെൻ്റ് ആയി. പ്ലസ് ചെയ്യുമ്പോഴും ഇവിടെ ഇൻക്രിമെൻ്റ് ആവും. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ആക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ വിളിച്ചിട്ടുള്ളത് കാർട്ട് ഇൻക്രിമെൻ്റ് ആക്ഷൻ ആണെന്ന്. പിന്നെ ഓരോ പ്രാവശ്യം ചെയ്യുന്ന ഓരോ ലോഗും ഇവിടെ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം ഉണ്ടാവുന്ന വാല്യൂസ് അടക്കം നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല നമ്മളിവിടെ ഓരോ പ്രാവശ്യം ട്രിഗർ ചെയ്യുമ്പോഴും ആ ട്രിഗറിൽ നടക്കുന്ന വാല്യൂൻ്റെ ചേഞ്ച് നമുക്ക് ഡിഫിൽ പോയാൽ കാണിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കി കാണാൻ പറ്റും 0 1 അപ്ഡേറ്റ് ആയി, 1 2 ആയി എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ അഡ്വാൻറ്റേജ് ഉള്ളൊരു ടൂളാണ്. പിന്നെ അതുകൂടാണ്ട് തന്നെ ഇതിൽ ചാർട്ട് വ്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ സ്റ്റേറ്റാണ് അപ്ഡേറ്റ് ചെയ്തത് അതിൻ്റെ ഫുൾ ഫ്ലോ നമുക്ക് ഇതിൽ കിട്ടും. പിന്നെ ഓരോന്ന് നമുക്ക് റീപ്ലേ ചെയ്തിട്ട് ആ സെയിം സ്റ്റേറ്റ് തന്നെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിതാ ഇവിടെ പോയിട്ട് പ്ലേ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആഡ് ടു കാർട്ടിന് ഓട്ടോമാറ്റിക് പ്ലേ ലെഫ്റ്റ് സൈഡിൽ. ഒന്നുകൂടി കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ പ്ലേ അമർത്തി കഴിഞ്ഞാൽ കണ്ടോ നമ്പർ ഓട്ടോമാറ്റിക് ഇൻക്രിമെൻ്റ് ആയി. അപ്പോൾ ആ ചെയ്ത ഫുൾ പ്രോസസ്സ് റീപ്ലേ ആവും. അപ്പോൾ നമുക്ക് എവിടെയാണ് ബഗ് വരുന്നൊക്കെ നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ പോലെ ലൈറ്റ് മോഡ് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് സെറ്റിംഗ്സിൽ പോയിട്ട് തീംസിൽ പോവാം. തീംസിൽ പോയതിന് ശേഷം ഇവിടെ തീം കളറിൽ ഡാർക്ക് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോയിൽ ഇനി ഇത്രയും മതി. ഇനി അടുത്ത വീഡിയോയിലായിരിക്കും നമ്മളെ ഫൈനൽ റീഡക്സിൻ്റെ ട്യൂട്ടോറിയൽ. അതിൽ നമ്മൾ എങ്ങനെയാണ് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാമെന്നും ഹെഡറിൽ എങ്ങനെയാണ് കൗണ്ട് കാണിക്കാമെന്നൊക്കെ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ മിസ് ഔട്ട് ആണ്ടിരിക്കാൻ വേണ്ടി താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇതുവരെ കണ്ടിഷ്ടമെങ്കിൽ ലൈക്കും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.